ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോയാണ്. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഇന്നലെ ഞാൻ നടത്തിയായിരുന്നു. അപ്പോൾ എൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. കാണാത്തവർ പോയി കാണുക. അപ്പോൾ ആ വാങ്ങിച്ച സാധനങ്ങൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇന്ന് ഞാൻ ബുക്ക് പൊതിയാൻ എടുത്തപ്പോഴാണ് അൺബോക്സിങ് വീഡിയോ ഇട്ടില്ല എന്നറിഞ്ഞത്. അപ്പോൾ ഞാൻ വെച്ചിരുന്ന അൺബോക്സിങ് വീഡിയോ അങ്ങ് എടുത്തേക്കാണ്. ഇന്നലെ ഞാൻ പോയ കട എന്ന് പറഞ്ഞാൽ പുനലൂർ റിയൽ ബസാർ. അവിടെ നിങ്ങൾക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് അവിടെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് 25 ഇന്നലെ ഞാൻ എൻ്റെ ഓഫർ പറഞ്ഞായിരുന്നു, 25 ബുക്ക് വാങ്ങിച്ചാൽ 50 ബുക്ക് നമുക്ക് ഫ്രീ കിട്ടും. എക്സ്ട്രാ ഒരു 50 ബുക്കും കൂടെ നമുക്ക് ഫ്രീ കിട്ടും. അടിപൊളി കടയാണ്, നല്ല ലാഭമാണ്. നിങ്ങൾ പുനലൂർ പോകാൻ പറ്റുന്നവരാണെങ്കിൽ അവിടെ പോയി വാങ്ങുക. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോൾ ഇത്രയും ബുക്സാണ് ഇന്നലെ വാങ്ങിച്ചത്. ഇത് എനിക്ക് 1 ഇയറിലേക്ക് ഉള്ളതാണ്. ഫുള്ളി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കാണാം. ബുക്സ് നമുക്കധികം കാണാനൊന്നും ഇല്ല, എന്നാൽ നമുക്ക് കാണാം. നമുക്ക് കുഞ്ഞി ഐറ്റംസിൽ നിന്ന് വലിയ ഐറ്റംസിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് ബുക്ക് റോൾ ചെയ്യുന്ന റോൾ. ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ്. അത് ഇതേ കൂട്ടത്തെ ഞാൻ ഇച്ചിരി മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ കൂട്ടത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ്. ഇതിന് 50 രൂപയുടെയാണ് വരുന്നത്. പിന്നെ ഞാൻ എൽക്കോസിൻ്റെ പേന വാങ്ങിച്ചു. ഈ പേനയാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത്. ഒരു പാക്കറ്റ് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞ് ഹൈലൈറ്ററാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഗൈസ് ഇത്. നെക്സ്റ്റ് പൗച്ച്. ഇത് ഒരു സാധനത്തിന് വില കിട്ടി. ഈ പൗച്ച് നമുക്ക് അറിയായിരിക്കും. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് പറയേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന നെയിം, ടൈം ടേബിൾ അതൊക്കെ എഴുതി വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി പൗച്ച്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 300 രൂപയായിരുന്നു വന്നത്. 300-400 ഉണ്ടായിരുന്നു. 300 ആയിരുന്നു. പിന്നെ ഒരു ജോമെട്രി ബോക്സ്, ക്യാമലിൻ്റെ ജോമെട്രി ബോക്സ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അല്ല നമുക്കുള്ളത്. ഇനി നമുക്ക് ബുക്സിലേക്കാണ് കടക്കേണ്ടത്. ബുക്സ് ഫസ്റ്റ് ഇതേ കൂട്ടത്തെ ഒരു ബുക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് പടങ്ങളൊക്കെ വരയ്ക്കാൻ പറ്റുന്ന, ഞാൻ ഒരു ഭയങ്കര ചിത്രകാരിയല്ല കലാകാരി ആയതുകൊണ്ടാണ് ഈ ബുക്സ് ഞാൻ വാങ്ങിച്ചത്. നോക്കൂ ഗൈസ്, ഇങ്ങനെയില്ല നമുക്ക് ബുക്സ്. ഇത് വെറുതെ വാങ്ങിച്ചതാണ്. ഞാൻ പടമൊന്നും വരയ്ക്കാറില്ല സാധാരണ. പിന്നെ ഞാൻ എല്ലാ ബുക്സും കാണിക്കുന്നില്ല. ഞാൻ ഈ വർഷം, അതായത് ദിസ് ഇയർ ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബുക്സ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. എല്ലാം കൂടെ കാണിക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. ഒത്തിരി ബുക്സ് ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടേയില്ലേ. ഓക്കെ ഗൈസ്, ഇനി ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂ ബേർഡിൻ്റെ ഇതിൻ്റെ ഈ ഒരു സെറ്റ്. ഇത്ര ഒരു സെറ്റ്. ഇതിൻ്റെ ഒരു 2 സെറ്റ്, അതായത് 2 സെറ്റ്, ഇതേ കൂട്ടത്തെ 2 സെറ്റ് ബുക്ക്. ഇത് ഞാൻ ട്യൂഷൻ കൊണ്ടുപോകാനാണ് വാങ്ങിച്ചത്. പിന്നെ ഗൈസ് ക്യാമലിൻ്റെ 3 ബുക്ക്. ഇതിൻ്റെ 3 ബുക്കേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. അത്യാവശ്യം അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്വന്തം പേപ്പർ നോട്ടിൻ്റെ ഇതൊരു 10 ബുക്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ആവശ്യം വരുമെന്ന് എനിക്കറിയില്ല. നമുക്ക് യൂസ് ചെയ്യാം. ബാക്കി വരുമെങ്കിൽ നമുക്ക് എന്തായാലും ഇത് തീരുമ്പോൾ പുതിയ ബുക്സ് ഇതായിട്ട് എടുക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. കുറച്ച് എക്സ്ട്രാ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോറി ഗൈസ്, തെറ്റ് പറ്റിയതാണ്. പേപ്പർ നോട്ടിൻ്റെ 12 ബുക്കുകളുണ്ടായിരുന്നു. ഞാൻ എണ്ണിയതിന് ഒരു കുഞ്ഞ് മിസ്റ്റേക്ക് പറ്റി. പിന്നെ ഇത് ഒരു വൈറ്റ് കളർ ബുക്കാണ്. മറ്റ് പേപ്പർ നോട്ട് ഞാനിപ്പോൾ കാണിച്ച ബുക്സ് എല്ലാം വൈറ്റ് കളറിൻ്റെ ആണ്. അതായത് വെള്ള പേപ്പർ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മാത്തമാറ്റിക്സ് എഴുതാനായിട്ട് ഇച്ചിരി വലിയൊരു വൈറ്റ് കളർ ബുക്ക് വാങ്ങിച്ചു. ഇതിൻ്റെ റേറ്റ് 55 രൂപയാണ് വന്നത്. പക്ഷേ ഓഫറുണ്ട് ആ കടയിൽ. എല്ലാത്തിനും ഡിസ്കൗണ്ട് ഓഫർ ഉള്ളതുകൊണ്ട് നമുക്ക് കുറഞ്ഞ റേറ്റ് കിട്ടും. അടിപൊളി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതേ കുഞ്ഞു ബുക്സ്, കുഞ്ഞു ക്ലാസ്മേറ്റിൻ്റെ ബുക്സാണ് ഗൈസ്. ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 രൂപ. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കോപ്പി ബുക്കില്ലേ, നമ്മൾ കോപ്പി എഴുതത്തില്ലേ, മറ്റേ കോപ്പി അല്ല കേട്ടോ, ഈ മലയാളം ഇംഗ്ലീഷ് കോപ്പി ബുക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 9 പഠിക്കുന്ന പിള്ളേർക്ക്, ഞാൻ 9 അപ്പോൾ 9 പഠിക്കുന്ന പിള്ളേർക്ക് എന്തിനാണ് കോപ്പി എഴുതുന്നതെന്ന്. ഞങ്ങളുടെ സ്കൂളിൽ കോപ്പി എഴുതുന്നുണ്ട് ഗൈസ്. നിങ്ങളുടെ സ്കൂളിലുണ്ടോയെന്ന് കമൻറ്റ് ഇടുക. കോപ്പി എഴുതാനാണ് ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു ബുക്സ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ സ്കൂളിൽ യൂസ് ചെയ്യുന്ന നോട്ട് ബുക്സ്. ഇതെന്ന് പറഞ്ഞാൽ ക്യാമലിൻ്റെ ബുക്സാണ്. ഇതിൻ്റെ ഇങ്ങനെ കെട്ടായിട്ട് ഒരു 3 എണ്ണം ഞാൻ വാങ്ങിച്ചു. 3
3 കിട്ടോ? 3 ബണ്ടിൽ ബുക്കാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അല്ലേ, ഇത്രയല്ല, ഇത് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കി മൊത്തം ബുക്സാണ്. അതെന്തായാലും ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ കണ്ടതല്ലേ, ഇപ്പോൾ ഒന്ന് കണ്ടതല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.